അമേരിക്കയും ചൈനയും പരസ്പരം ഏർപ്പെടുത്തിയ താരിഫുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 2%, നാസ്ഡാക്ക് 3%, S&P 2%-ന് മുകളിലും പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. അമേരിക്ക UK-യുമായി ട്രേഡ് കരാറിലും ചൈനയുമായും ട്രേഡ് കരാറിലെത്തിയതും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന പല അൺസർട്ടനിറ്റീസും ഇതോടൊപ്പം സോൾവ് ആയി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിലും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചു. ഇന്നത്തെ ദിവസവും ഏഷ്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ബൈയിങ് ആണ് കാണുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇൻഡെക്സ് 3.82% ഉയർന്ന് 24,924 ക്ലോസിംഗ് നൽകി. അതിർത്തിയിലെ സംഘർഷം സമാധാനത്തിലേക്ക് മാറിയതിനെ തുടർന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,246 കോടിയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,448 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്ന് ഭാരതി എയർടെൽ, സിപ്ല, ഹീറോ മോട്ടോർ കോർപ്പ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് കൂടി പുറത്തുവരികയാണ്. ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി ഫോക്കസ് ചെയ്യാം. ആദിത്യ ബിർള ക്യാപിറ്റൽ, അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജി, അനൂപ് എഞ്ചിനീയറിംഗ്, ASK ഓട്ടോമോട്ടീവ്, ഭാരതി ഹെക്സാകോം, കെംപ്ലാസ്റ്റ്, ദാൽമിയ ഭാരത് ഷുഗർ, ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ, ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് കൂടി ഇന്നാണ് പുറത്തു വരുന്നത്. ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്കിനെ ഇന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടാറ്റ സ്റ്റീലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 298% വർദ്ധിച്ച് 326 കോടിയിൽ നിന്നും 1,301 കോടിയിലേക്കെത്തി. റവന്യൂ 5%-നടുത്ത് വർദ്ധിച്ച് 53,648 കോടിയിൽ നിന്നും 56,218 കോടിയിലേക്കെത്തി. EBIT 11% വർദ്ധിച്ച് 5,903 കോടിയിൽ നിന്നും 6,560 കോടിയിലേക്കെത്തുകയും മാർജിൻ 66 ബേസിസ് പോയിന്റ് ഉയർന്ന് 11.66% എത്തുകയും ചെയ്തു. സാഗൾ പ്രീപെയ്ഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 22% വർദ്ധിച്ച് 337 കോടിയിൽ നിന്നും 412 കോടിയിലേക്കെത്തി. EBIT 25% വർദ്ധിച്ച് 29 കോടിയിൽ നിന്നും 36 കോടിയിലേക്കെത്തുകയും നെറ്റ് പ്രോഫിറ്റ് 57% വർദ്ധിച്ച് 19 കോടിയിൽ നിന്നും 31 കോടിയിലേക്കെത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സാഗൾ പ്രീപെയ്ഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 12% വർദ്ധിക്കുകയും പ്രോഫിറ്റ് 10% ഉയരുകയും ചെയ്തു. 18 കോടിയിൽ നിന്നും 20 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നപ്പോൾ റവന്യൂ 166 കോടിയിൽ നിന്നും 186 കോടിയിലേക്കെത്തി. മാർജിൻ 26%-ൽ നിന്നും 24%-ലേക്ക് കോൺട്രാക്റ്റായി. ₹2.75 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. സിമൻറ്റ് സെക്ടറിലെ സ്മാൾ ക്യാപ് സ്റ്റോക്കായ സാഗർ സിമൻറ്റിൻ്റെ പെർഫോമൻസ് മോശമാണ്. കമ്പനി 11 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 73 കോടി രൂപയുടെ ലോസിലെത്തിയിട്ടുണ്ട്. EBIT 46% ഇടിയുകയും റവന്യൂ 7% ഇടിയുകയും ചെയ്തു. മോർപ്പൻ ലാബിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 10% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 23% ഇടിഞ്ഞു. 28 കോടിയിൽ നിന്നും 20 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിയുകയും EBIT 48 കോടിയിൽ നിന്ന് 42 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. റെയ്മണ്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 42% ഇടിഞ്ഞ് 229 കോടിയിൽ നിന്നും 133 കോടിയിലേക്കെത്തി. റവന്യൂ 109% വർദ്ധിച്ച് 226 കോടിയിൽ നിന്നും 587 കോടിയിലേക്ക് എത്തുകയും EBIT 29 കോടിയിൽ നിന്നും 55 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കെയർ റേറ്റിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 15% വർദ്ധിച്ചു, പ്രോഫിറ്റ് 53% വർദ്ധിച്ചു. റെയ്മണ്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 100% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 42% ഇടിയുകയാണ് ഉണ്ടായത്. 229 കോടിയിൽ നിന്നും 133 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. എന്നാൽ EBIT 90% വർദ്ധിച്ച് 29 കോടിയിൽ നിന്നും 55 കോടിയിലേക്ക് ഉയർന്നു. ഇനി ബ്ലോക്ക് ഡീൽ പോയിന്റ് ഓഫ് വ്യൂവും ചില സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. 197 കമ്മ്യൂണിക്കേഷൻ, KFin ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ബ്ലോക്ക് ഡീൽ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നത്. 197 ആൻഫിൻ നെതർലാൻഡ്സ് എന്ന FIS ഈ കമ്പനിയുടെ 4%-ഓളം സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ, അതായത് 6.5% ഡിസ്കൗണ്ട് പ്രൈസിൽ 809 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇന്ന് ഓഫ്ലോഡ് ചെയ്യുകയാണ്. KFin ടെക്നോളജിയുടെ പ്രൊമോട്ടറായ ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ ഫണ്ട് ഈ കമ്പനിയുടെ 1.18 കോടി ഷെയറുകൾ, അതായത് 6.9%-ഓളം സ്റ്റേക്കുകൾ 1,025 രൂപ അല്ലെങ്കിൽ 8%-ഓളം ഡിസ്കൗണ്ടിൽ സെല്ലിംഗ് നടത്തുന്നു.
ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ അൻമോൾ സിംഗ് ജാഗി കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ടുണ്ട്. പുനീത് സിംഗ് ജാഗി കമ്പനിയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജെൻസോൾ എഞ്ചിനീയറിംഗ് മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. മറൈൻ ഇലക്ട്രിക്കൽസ് എന്ന കമ്പനി മാർക്സ് മറൈൻ റേഡിയോയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 49% നിന്നും 52%ലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. ഏഥർ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടറും കമ്പനിയുടെ 6.77% സ്റ്റേക്കുകൾ സെൽ ചെയ്യുകയാണ്. HFCL എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഭാരത് നെറ്റ് ഫേസ് 3 പ്രോജക്റ്റിൻ്റെ ഭാഗമായി കമ്പനിക്ക് 157 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അരവിന്ദ് എന്ന കമ്പനി ഊർജ 28ൻ്റെ 28% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്രീ സിമൻറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ശ്രീ സിമൻറ്റിന് 211 കോടി രൂപയുടെ ലൈംസ്റ്റോൺ മൈൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്